മയങ്ങുന്നത് യുവത്വമല്ല, മനുഷ്യത്വമാണ്. അതിക്രൂരവും പൈശാചികവുമായ കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും നടുക്കുന്ന കഥകളിലേക്ക് ദിനംപ്രതി എന്നോണം കണ്ണും കാതും തുറന്നു വെക്കേണ്ടി വരുന്നു എന്നതാണ് സമകാലീന മലയാളി സമൂഹം നേരിടുന്ന ദൗർഭാഗ്യകരമായ ഒരു വെല്ലുവിളി. മനുഷ്യൻ്റെ സ്വാഭാവികമായ സങ്കല്പങ്ങൾക്കും വിചാരങ്ങൾക്കും അപ്പുറം അവരിലെ ക്രൂരതയും അടങ്ങാത്ത പകയും മറനീക്കി പുറത്തു വരികയും അതിനിഷ്ഠൂരമായ കൊലപാതകവും രക്തച്ചൊരിച്ചിലും നിത്യസംഭവമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഭയാനകമാണ്. ഇത്തരം ആക്രമണങ്ങൾ ലോകം മുഴുവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കെ കേരളത്തെ മാത്രം മാറ്റി നിർത്തി വിധി പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞേക്കാം. ലഹരിയുടെ ഉപയോഗത്തിൽ മനുഷ്യത്വം കൈമോശം വന്ന ഒരു തലമുറയുടെ അതിക്രമങ്ങൾക്കാണ് ഈ നാളുകളിൽ നമ്മുടെ സമൂഹവും ഇരകളും സാക്ഷികളുമാകുന്നത്. കേരളത്തിൽ കേവലം സാമൂഹ്യ പ്രശ്നവും ആരോഗ്യ വിഷയവുമായി കണക്കാക്കിയിരുന്ന ഒരു പ്രതിസന്ധി ഇന്ന് ഭരണകൂടത്തിൻ്റെ അടിയന്തര ശ്രദ്ധയും ഇടപെടലും ആവശ്യപ്പെടുന്ന ഒരു ക്രമസമാധാന രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ലഹരിയുടെ ആലസ്യത്തിലേക്ക് സ്വന്തം ബുദ്ധിയും മനസ്സും അടിയറവ് വെച്ച നരാധമന്മാരായ എത്രയോ മനുഷ്യരുടെ ക്രൂര കഥകൾക്കാണ് ഈ കഴിഞ്ഞ നാളുകളിൽ കേരളം ഞെട്ടലോടെ സാക്ഷ്യം വഹിച്ചത്. പ്രായപൂർത്തിയായവരോടൊപ്പം കുട്ടികളും അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നത് ഈ ഭവിഷ്യത്തിൻ്റെ തീവ്രതയും ഭീകരതയും വർദ്ധിപ്പിക്കുന്നു. ലഹരിയുടെ ഉപയോഗത്തിൽ ബോധം നഷ്ടമാകുന്ന കുട്ടികളും സമനില തെറ്റുന്ന വ്യക്തികളുമൊക്കെ ദശാബ്ദങ്ങളായി നമ്മുടെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന വിഷയങ്ങളാണ്. അത്തരം വ്യക്തികളുടെ ആരോഗ്യ പരിപാലനവും പുനരധിവാസവുമൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതകളാണെന്ന ബോധ്യവും കാലാകാലങ്ങളിൽ അതിനായി പദ്ധതികളും സംരംഭങ്ങളും ഒരുക്കേണ്ടത് വികസിതമായ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന തിരിച്ചറിവും ഇതിനോടകം നാം കൈവരിച്ചിട്ടുണ്ട്. ലഹരിയുടെ ദുരുപയോഗത്തിലേക്കും അതിൻ്റെ പാർശ്വഫലങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ബോധവൽക്കരണ ക്ലാസുകളും ലഹരിക്ക് അടിമകളായവർക്കുള്ള പുനരധിവാസ കേന്ദ്രങ്ങളും നടത്തുന്നതിൽ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും അത്രമേൽ പിന്നിലല്ല എന്ന വസ്തുത ശരിവയ്ക്കുമ്പോൾ തന്നെ തെളിയുന്ന മറ്റൊരു കാര്യമുണ്ട്. സർക്കാർ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രചാരണങ്ങളൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള ലഹരിക്കെതിരാണ്, അതായത് രാസലഹരി. എന്നാൽ നിയമത്തിന് വിധേയമായിട്ടുള്ള ലഹരി ഉണ്ടാക്കുന്ന ആഘാതം ഇവിടെ മറക്കാവുന്നതല്ല. അതിൻ്റെ വിപണനവും നിർമ്മാണവും ആവോളമാകാമെന്ന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുമുണ്ട്. ഇതൊരു ലഹരി സംസ്കാരത്തിനാണ് ആക്കം കൂട്ടുന്നത്. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇവ രണ്ടും തമ്മിൽ എങ്ങനെ ഒരു വ്യത്യാസം കണ്ടെത്താൻ കഴിയുമെന്നത് അവ്യക്തവും ഒപ്പം വിരോധാഭാസം ഉളവാക്കുന്നതുമാണ്. കുട്ടികളുടെയും യുവാക്കളുടെയും കാഴ്ചപ്പാടിൽ ഇത് പ്രത്യേകിച്ചും ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കിപത്രമായി നടമാടുന്ന അക്രമ പരമ്പരകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടത് അനിയന്ത്രിതമായി നമ്മുടെ സംസ്ഥാനത്തേക്കൊഴുകുന്ന ലഹരിയുടെ ഉറവിടങ്ങളിൽ നിന്നുമാകണം. നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെയും നിയമപാലകരെയും നോക്കുകുത്തികളാക്കി ലഹരി ഇത്രമേൽ ഇവിടേക്കൊഴുകുന്നതും വിറ്റഴിക്കപ്പെടുന്നതും എങ്ങനെയാണ്? അതോ ഒരു തലമുറയെ തന്നെ കൊലയ്ക്കു കൊടുക്കുന്ന ഈ മനുഷ്യക്കുരുതിക്ക് അവരുടെ മൗനാനുവാദമുണ്ടോ? കേരളത്തിൽ കേവലം സാമൂഹ്യ പ്രശ്നവും ആരോഗ്യ വിഷയവുമായി കണക്കാക്കിയിരുന്ന ഒരു പ്രതിസന്ധി ഇന്ന് ഭരണകൂടത്തിൻ്റെ അടിയന്തര ശ്രദ്ധയും ഇടപെടലും ആവശ്യപ്പെടുന്ന ഒരു ക്രമസമാധാന രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുന്നു. അതിക്രൂരവും പൈശാചികവുമായ ഈ ഭീകരതയുടെ മുമ്പിൽ ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങൾക്കും നിയമപാലകർക്കും എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകുന്നുണ്ട് എന്ന ചോദ്യത്തിന് വസ്തുതകളെ നിരത്തി ഉത്തരം നൽകാൻ നമുക്കാവുന്നില്ല എന്നതാണ് സങ്കടം. സ്വതന്ത്ര വ്യക്തിവാദം, കുടുംബ ശൈഥില്യം, ജോലി സമ്മർദ്ദങ്ങൾ, ഏകാകിക ഇവയൊക്കെ ലഹരിയുടെ ഉപയോഗം കൂട്ടാൻ ഇടവരുത്തിയിട്ടുള്ള സാമൂഹിക കാരണങ്ങളാണ്. നമ്മുടെ സാമൂഹിക ആരോഗ്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ പ്രതിഫലനമൊക്കെ ലഹരിയുടെ ഉപയോഗത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എൻ്റെ ശരീരം, അതിലെനിക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്ന് ഒച്ചവെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ആദർശ പ്രസ്ഥാനങ്ങൾക്കോ ആ ശരീരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ അവകാശത്തെ വളരെ പെട്ടെന്ന് തള്ളിക്കളയാനാകില്ല. അതിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത ചില ധാർമ്മിക ബോധത്തിൻ്റെ ഉറവിടങ്ങൾ കൂടി ആവശ്യമാണ്. ഈ ധർമ്മബോധം തന്നെ ശരിയായി പരിചരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നുണ്ട്.